പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതിയുടെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. നിർമ്മലകുമാരൻ നായർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അടക്കം സമീപിക്കാവുന്നതാണ്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഗ്രീഷ്മ ഹർജി നൽകിയത് ഫയലിൽ സ്വീകരിച്ചു, ഒപ്പം നിർമ്മലകുമാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ ഷാരോൺ വധക്കേസിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. നിർമ്മലകുമാരൻ നായർക്ക് ജാമ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യമായിട്ടാണ് ഗ്രീഷ്മ ഹൈക്കോടതിയിലെത്തിയത്. അതുപോലെ വധശിക്ഷ റദ്ദാക്കണമെന്ന ഹൈക്കോടതി ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. വിചാരണയ്ക്ക് ശേഷം ആണ് അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഹർജിയുമായി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ അട്ടക്കുളങ്ങരയിൽ ജയിലിലാണ് ഗ്രീഷ്മയുള്ളത്. തീർച്ചയായും ആജ്ഞ സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്മേൽ വാദം കേട്ട് മാത്രമേ ഒരു വിധി പ്രസ്താവം ഉണ്ടാവുകയുള്ളൂ. അതിന് സ്വാഭാവികമായ കാലതാമസം ഉണ്ടായേക്കാം. അതോടൊപ്പം ഇന്ന് തന്നെ, അതായത് ഈ നിർമ്മലകുമാരന്റെ ഹർജി പരിഗണിച്ച ഉടനെ തന്നെ ഇത് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. അഭിലാഷ, കേസ് പരിഗണിക്കുന്നവരെ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നവരെ ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ മറ്റോ ലഭിക്കുന്ന സാഹചര്യമില്ല. ഇപ്പോൾ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം തന്നെയാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചുകയും താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളുന്ന അല്ലെങ്കിൽ അതുവരെയുള്ള സാഹചര്യം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ അപ്പീലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുവരെ എത്തിയ ശേഷം ഇനിയും തുടർ നടപടികളുണ്ട്. അതിനാൽ കേസ് പരിഗണിക്കുന്നത് വരെ ജാമ്യമോ പരോളോ ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.